Hello guys, welcome to our YouTube channel. Hi guys. എൻ്റെ പേര് ചിമ്മു സേവ്യർ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. ഇവിടെ നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്യുവാണ്. ഇപ്പോൾ ഒരു 1.5 വർഷമായി ഇപ്പോൾ ഇവിടെ. ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു, കുറച്ച് ഷോർട്സൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പിള്ളേർ, കുറേ പിള്ളേരൊന്നുമില്ല കേട്ടോ, 1-2 പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇവിടെ എങ്ങനെ വന്നത്, പ്രോസസ്സിങ്, ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച്, സ്റ്റൈഫൻഡ് ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇനി അങ്ങനെ ബ്ലാബ്ല അടിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയാൻ പോണത് എൻ്റെ പ്രോസസ്സിങ് ടൈം, എൻ്റെ പ്രോസസ്സിങ് ഏത് ഏജൻസി ആയിരുന്നു, എത്ര ടൈമിന് എടുത്തു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി, മീൻസ് എൻ്റെ എക്സ്പീരിയൻസ് ഈസി ആയിരുന്നോ അതോ എങ്ങനെയായിരുന്നു, അതൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും പറയാൻ പോണത്. ഓക്കെ, അപ്പം എൻ്റെ ലാംഗ്വേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ +2 കഴിഞ്ഞ് ഒരു വർഷം എന്തായാലും എടുത്തു പഠിച്ച് തീരാനൊക്കെ. ആദ്യം A1 A2 ഒക്കെ ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് B1 ആദ്യം പഠിച്ചു. B1 പഠിച്ച് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതി. ബട്ട് എനിക്ക് ഒരു മൊഡ്യൂളേ എന്തായാലും കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തോറ്റു. അത് ഞാൻ വിചാരിച്ചു B2 ഡയറക്റ്റ് പഠിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. അത് ഞാൻ B2 ഫസ്റ്റ് എഴുതിയപ്പോൾ തന്നെ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. ഞാൻ കൊച്ചിയിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ 3 മൊഡ്യൂൾ കിട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ഒക്കെ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ ചെന്നൈയിൽ ഷ്രൈബൻ എഴുതി, അതും എനിക്ക് കിട്ടി, പാസ്സായി. അപ്പം മീൻസ് ഇപ്പം ഞാൻ ഇപ്പോൾ എക്സാം എഴുതിയ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ബട്ട് ഇത് പഠിച്ചപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ B1 പഠിച്ചപ്പോൾ എഴുതിയപ്പോഴൊന്നും എനിക്ക് ആദ്യമേ എഴുതിയപ്പോഴൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം വീട്ടുകാരൊക്കെ കുറെ കുറ്റപ്പെടുത്തുമായിരുന്നു, എന്തുകൊണ്ട് കിട്ടാത്തേ, മീൻസ് അത് സ്വാഭാവികമാണ്, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ നാട്ടുകാർ ചോദിക്കുമായിരുന്നു പോണില്ലേ, സ്വാഭാവികമാണല്ലോ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു എനിക്ക്, അടുത്ത ഇതിന് B2 എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടണമെന്നൊരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചു. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇത് തോന്നി, ഇവൾ പഠിച്ചാൽ കിട്ടും, അങ്ങനത്തെ ഒരു തോന്നിയുകൊണ്ട് പിന്നെ അവർ ചെന്നൈയിൽ എക്സാം എഴുതി, അതേ ഷ്രൈബൻ എഴുതിയത്. അപ്പം അവിടെയും കിട്ടി, ഞാൻ പാസ്സായി. 4 മൊഡ്യൂൾ എനിക്ക് കിട്ടി, സമാധാനം. ഇതാണ് എൻ്റെ ലാംഗ്വേജിൻ്റെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്കും കിട്ടും. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അപ്പം എനിക്കിവിടെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, അപ്പം പിന്നെ എൻ്റെ ഏജൻസി, ഇപ്പോൾ ഏജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഏജൻസിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ ജസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ബട്ട് ഞാൻ B2 സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവരുടെ ഫുൾ മൊഡ്യൂൾ കൊടുത്തിട്ട് പോലും അവർ 6 മന്ത് എന്നെ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ച്. അതിൻ്റെ ലാസ്റ്റ് സമയത്ത് അവർ പറഞ്ഞു ഈ ഇണ്ടയ്ക്ക് പറ്റത്തില്ല, അടുത്ത ഇണ്ടയ്ക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ 1 ലക്ഷം രൂപ അങ്ങനെ വെള്ളത്തിലായി. വിധി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ തിരിച്ചൊരാണ് കേസ് ഞാൻ പറയാൻ പോണം. എന്തായാലും 1 ലക്ഷം രൂപ വെള്ളത്തിൽ പോയി. അപ്പം എന്തായാലും B2 പാസ്സായി നമ്മൾ കഷ്ടപ്പെട്ട്, അപ്പം എന്തായാലും ബാക്കിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും മുന്നോട്ട് തന്നെ പോകണം. അപ്പം വീട്ടുകാരാണെങ്കിൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഏപ്രിൽ ഇണ്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പം എൻ്റെ ഒരു ജാനുവരി ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു ഏജൻസിനെ കണ്ടുപിടിച്ചു. അവർ സ്പീഡ് ഇപ്പം എല്ലാം പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്കൊരു 2 lakhs ആയിട്ടുള്ളൂ എല്ലാം കൂടെ. മീൻസ് കാരണം എൻ്റെ പ്രോസസ്സിങ് മാത്രമാണ് അവർ ചെയ്തത്. ലാംഗ്വേജ് ഞാൻ വേറെ എക്സ്ട്രാ ചെയ്തത്. എൻ്റെ പ്രോസസ്സിങ് മാത്രമായിട്ട് ഒരു 2 lakhs ആയിട്ടുള്ളൂ. അവർ തന്നെ പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു, വിസ കിട്ടി, പിന്നെ ഞാൻ എത്തി ഗൈസ്. ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂവിനെ കുറിച്ചും ഇൻ്റർവ്യൂ ഡീറ്റെയിൽസൊക്കെ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈ വീഡിയോ, മീൻസ് എൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച്. അപ്പോൾ then നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എൻ്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഇൻസ്റ്റഡി ഐ ഡി കൊടുത്തേക്കാം ഗൈസ്, എന്നെ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.